SCRT MCQ ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഈ സീരീസിലൂടെ SCRT ചാപ്റ്റേഴ്സിലെ ഓരോ പോയിന്റ്സും അതിൽ നിന്നും ചോദിക്കാവുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള MCQസുമാണ് പഠിക്കുന്നത്. ക്ലാസുകൾ SCRT MCQ ടെസ്റ്റ് സീരീസ് എന്ന കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് എന്നീ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് പ്രത്യേക പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ലോഹങ്ങളും അലോഹങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. SCRTയിലെ എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 10th പ്രിലിംസ്, കമ്പനി ബോർഡ് LGS, LDC, VFA തുടങ്ങിയ എല്ലാ PSC പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് SCRT ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോഹങ്ങളും അലോഹങ്ങളും അവയുടെ സവിശേഷതയുമാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, ചെമ്പ്, സ്വർണം, വെള്ളി, അലുമിനിയം തുടങ്ങിയ ലോഹങ്ങളാണ് നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വിവിധ ലോഹങ്ങളുടെ സവിശേഷതകൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നതാണ് മാലിയബിലിറ്റി. അപ്പോൾ ഇരുമ്പ് പണിക്കാരൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇരുമ്പ് പണിക്കാരൻ എന്താണ് ചെയ്യുന്നത്? ചുറ്റിക കൊണ്ട് ലോഹ കഷ്ണത്തിൽ അടിക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇതുപോലെ അലുമിനിയം കമ്പിയെ ചുറ്റിക കൊണ്ട് അടിച്ചു നോക്കൂ. അപ്പോൾ ഗുളികകളും ആഹാര സാധനങ്ങളും പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന അലുമിനിയം ഫോയിൽ കണ്ടിട്ടില്ലേ? ലോഹങ്ങളുടെ ഏത് സവിശേഷതയായിരിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോൾ ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടുകൾ ആക്കാൻ കഴിയും. ലോഹങ്ങളുടെ ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാലിയബിലിറ്റി എന്ന സവിശേഷത എന്താണ്? ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. അപ്പോൾ മാലിയബിലിറ്റി ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടാക്കാൻ കഴിയുന്ന സവിശേഷതയാണ്. എന്നാൽ എല്ലാ ലോഹങ്ങളെയും ഒരേ രീതിയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു പരത്താൻ കഴിയില്ല. അപ്പോൾ അതായത് ലോഹങ്ങളുടെ മാലിയബിലിറ്റി ഒരുപോലെയല്ല. പല ലോഹങ്ങൾക്കും പല രീതിയിലുള്ള മാലിയബിലിറ്റിയാണ്. അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് സ്വർണം. ലോഹങ്ങളുടെ മാലിയബിലിറ്റി പ്രയോജനപ്പെടുത്തുന്നതിന് ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം. കെട്ടിടത്തിൻ്റെ മേൽക്കൂര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റുകൾ. അപ്പോൾ മാലിയബിലിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചില പദാർത്ഥങ്ങളെ അടിച്ചു പരത്തി നേർത്ത തകിടുകളാക്കാൻ സാധിക്കാറുണ്ട്. ലോഹങ്ങളുടെ ഈ സവിശേഷത അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? നമുക്ക് അറിയാവുന്നതാണ്. ഏതാണ്? മാലിയബിലിറ്റി ആണ്. അപ്പോൾ മാലിയബിലിറ്റി എന്താണ്? ചില പദാർത്ഥങ്ങളെ അടിച്ചു പരത്തി നേർത്ത തകിടുകളാക്കാൻ സാധിക്കുന്ന പദാർത്ഥങ്ങളെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? എ, എല്ലാ ലോഹങ്ങൾക്കും ഒരേ അളവിലാണ് മാലിയബിലിറ്റി ഉള്ളത്. അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ എല്ലാ ലോഹങ്ങൾക്കും വ്യത്യസ്ത അളവിലാണ് മാലിയബിലിറ്റി ഉള്ളത്. ബി, ലോഹങ്ങൾക്ക് മാലിയബിലിറ്റി എന്ന ഗുണം പൊതുവേ ഇല്ല. അപ്പോൾ അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. സി, എല്ലാ ലോഹങ്ങളെയും ഒരേ രീതിയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു പരത്താൻ കഴിയില്ല. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. ഡി, അടിച്ചു പരത്തുമ്പോൾ ലോഹങ്ങൾ എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്നു. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? എല്ലാ ലോഹങ്ങളെയും ഒരേ രീതിയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു പരത്താൻ കഴിയില്ല. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 3, മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് സ്വർണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിയാൻ ഉപയോഗിക്കുന്ന അലുമിനിയം ഫോയിലുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ലോഹങ്ങളുടെ സവിശേഷത എന്താണ്? ഏതാണ്? മാലിയബിലിറ്റി ആണ്. ലോഹങ്ങളുടെ രണ്ടാമത്തെ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. അപ്പോൾ ചിത്രത്തിലെ ബൾബിൻ്റെ ഫിലമെൻ്റ് ടങ്സ്റ്റണിൻ്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിലെ ബൾബിൻ്റെ ഫിലമെൻ്റ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ടങ്സ്റ്റണിൻ്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റുന്ന സവിശേഷത എന്താണ്? ഡക്റ്റിലിറ്റിയാണ്. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. സ്വർണം, ചെമ്പ് മുതലായ ലോഹങ്ങളെ വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനവും. ഇമ്പോർട്ടൻ്റ് ആണ്. ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങൾ ഏതൊക്കെയാണ്? സ്വർണവും പ്ലാറ്റിനവുമാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷത അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ എന്താണ്? ഡക്റ്റിലിറ്റി ആണ്.
ഇലക്ട്രിക് ബൾബുകളിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ എന്ന ലോഹത്തിന്റെ സവിശേഷത ഏതാണ്? ഡക്റ്റിലിറ്റി ആണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങൾ ഏതെല്ലാമാണ്? നമ്മൾ പഠിച്ചതാണ്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്? സ്വർണവും പ്ലാറ്റിനവുമാണ് ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങൾ. ഇനി ഡക്റ്റിലിറ്റിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സ്വർണം, ചെമ്പ് മുതലായ ലോഹങ്ങളെ വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. എല്ലാ ലോഹങ്ങൾക്കും ഒരേ അളവിലാണ് ഡക്റ്റിലിറ്റി ഉള്ളത്. അത് തെറ്റായ പ്രസ്താവനയാണ്. ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടാക്കുന്ന പ്രക്രിയയാണ് ഡക്റ്റിലിറ്റി. അത് തെറ്റാണ്. കാരണം എന്താണ്? വലിച്ചു നീട്ടാനുള്ള കഴിവാണ് ഡക്റ്റിലിറ്റി. ഇനി അലോഹങ്ങൾക്കാണ് സാധാരണയായി ഡക്റ്റിലിറ്റി കൂടുതലുള്ളത്. അതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സ്വർണം, ചെമ്പ് മുതലായ ലോഹങ്ങളെ വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയുന്നു. ഇനി വൈദ്യുത ചാലകത അഥവാ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്താണെന്നാണ് ഇനി പഠിക്കേണ്ടത്. അപ്പോൾ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പരീക്ഷണ സർക്യൂട്ടിൽ ഇവിടെ പി, ക്യു എന്ന ബിന്ദുക്കൾക്കിടയിൽ ഏത് വസ്തു വയ്ക്കുമ്പോഴാണ് ബൾബ് പ്രകാശിക്കുകയും അമ്മീറ്റർ സൂചി ചലിക്കുകയും ചെയ്യുന്നത് എന്നാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ വസ്തു മടക്കിയെടുത്ത ഒരു കടലാസ് കഷ്ണം അത് പി, ക്യു എന്ന ബിന്ദുവിൽ വയ്ക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ബൾബ് പ്രകാശിക്കുന്നില്ല. അതും അമ്മീറ്റർ ചലിക്കുന്നുമില്ല, ഇവിടുത്തെ ബൾബ് പ്രകാശിക്കുകയുമില്ല. അപ്പോൾ മടക്കിയെടുത്ത ഒരു കടലാസ് കഷ്ണം വയ്ക്കുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നില്ല. ഇനി പ്ലാസ്റ്റിക് സ്കെയിലിൻ്റെ ഒരു കഷ്ണം വയ്ക്കുകയാണെങ്കിലോ അപ്പോഴും ഈ ബൾബ് പ്രകാശിക്കുന്നില്ല. ഇവിടുത്തെ അമ്മീറ്ററും ചലിക്കുന്നില്ല, ഇവിടുത്തെ ബൾബ് പ്രകാശിക്കുന്നില്ല. ഇനി പി, ക്യു എന്ന പോയിന്റിൽ ഒരു റേസർ ബ്ലേഡിൻ്റെ ഒരു കഷ്ണം വെച്ച് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ബൾബ് എന്ത് സംഭവിക്കുന്നു? പ്രകാശിക്കുന്നു. എന്തുകൊണ്ടാണ്? റേസർ ബ്ലേഡ് ഒരു ലോഹമായതുകൊണ്ടാണ്. നേരത്തെ ഇരുമ്പ് കമ്പിയാണ് വയ്ക്കുന്നതെങ്കിലും ഇവിടെ ബൾബ് പ്രകാശിക്കുന്നു. കാരണം നേരത്തെ ഇരുമ്പ് കമ്പിയും ലോഹമാണ്. ഇനി അലുമിനിയം കമ്പി വെച്ചാലോ അപ്പോഴും ബൾബ് പ്രകാശിക്കുന്നു. കാരണം അലുമിനിയം കമ്പിയും ഒരു ലോഹമാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? റേസർ ബ്ലേഡും അലുമിനിയം കമ്പിയും സർക്യൂട്ടിൽ ഘടിപ്പിച്ചപ്പോൾ ബൾബ് പ്രകാശിച്ചു. അപ്പോൾ ലോഹങ്ങൾ പൊതുവെ വൈദ്യുത ചാലകങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നു. എന്നാൽ എല്ലാ ലോഹങ്ങളും ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ലോഹങ്ങളും ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. അപ്പോൾ എന്താണ് വൈദ്യുത ചാലകത? ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. പക്ഷേ എല്ലാ ലോഹങ്ങളും ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവിനെ പറയുന്ന പേരെന്ത്? എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈദ്യുത ചാലകത. ലോഹങ്ങളുടെ വൈദ്യുത ചാലകതയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? എല്ലാ ലോഹങ്ങളും ഒരേ അളവിലാണ് വൈദ്യുതി കടത്തിവിടുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. ചില ലോഹങ്ങൾ വൈദ്യുതിയെ ഒട്ടും കടത്തിവിടില്ല. അതും തെറ്റായ പ്രസ്താവനയാണ്. ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നു, എന്നാൽ എല്ലാ ലോഹങ്ങളും ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. അലോഹങ്ങളാണ് ലോഹങ്ങളെക്കാൾ നന്നായി വൈദ്യുതി കടത്തിവിടുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നു, എന്നാൽ എല്ലാ ലോഹങ്ങളും ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടുന്നത്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. അപ്പോൾ ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണ്? വെള്ളിയാണ്. വെള്ളി, ചെമ്പ്, സ്വർണം, അലുമിനിയം ഇവയുടെ വൈദ്യുത ചാലകത ചുവടെ നൽകിയിരിക്കുന്ന ക്രമത്തിലാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുതി കടത്തിവിടുന്നത് വെള്ളി, രണ്ടാമതായിട്ട് ചെമ്പ്, മൂന്നാമതായിട്ട് എന്താണ്? സ്വർണം, നാലാമതായിട്ട് അലുമിനിയം. അപ്പോൾ വീടുകളിൽ വൈദ്യുതി വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? അപ്പോൾ അത് അലുമിനിയമാണ്. ഈ പൊതുവിതരണത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത ലൈൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹവും അലുമിനിയവുമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണ്? വെള്ളിയാണ്. അപ്പോൾ ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വൈദ്യുത ചാലകതയുടെ ശരിയായി ഇറങ്ങുന്ന ക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വെള്ളി, ചെമ്പ്, സ്വർണം, അലുമിനിയം. വെള്ളി ഒന്നാമതായിട്ടാണ് വരുന്നത്, സ്വർണം മൂന്നാമതാണ്, നാലാമതായിട്ട് അലുമിനിയം.
അടുത്ത ക്വസ്റ്റ്യൻ, പൊതുവിതരണത്തിനായി പുറത്തു കാണുന്ന വൈദ്യുത ലൈനുകൾ നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അലുമിനിയമാണ്. ഏറ്റവും മികച്ച വൈദ്യുത ചാലകമായിരുന്നിട്ടും പൊതുവിതരണ ലൈനുകളിലോ വീടുകളിലോ വൈദ്യുത കമ്പിയായി വെള്ളി വ്യാപകമായി ഉപയോഗിക്കാത്തതിന് പ്രധാന കാരണം എന്താണ്? ഇവിടുത്തെ ആൻസർ ഏതാണ്? വെള്ളിയുടെ വില കൂടുതലും ലഭ്യതക്കുറവുമാണ്. ഇനി പഠിക്കേണ്ടത് താപചാലകത അഥവാ തെർമൽ കണ്ടക്ടിവിറ്റി. സാധാരണയായി പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കുന്നു. ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളായിരിക്കും ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. ലോഹങ്ങളുടെ താപം കടത്തിവിടാനുള്ള കഴിവാണല്ലോ ഇവിടെ പ്രധാനമായും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. താപം കടത്തിവിടാനുള്ള കഴിവ് അഥവാ താപചാലകത ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ്. അപ്പോൾ താപം കടത്തിവിടാനുള്ള കഴിവ് അഥവാ താപചാലകത ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. താരതമ്യേന താപചാലകത കൂടിയവയാണ് അലുമിനിയം, ചെമ്പ് എന്നിവ. സാധാരണയായി പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കുന്നതിന് പിന്നിലെ ലോഹങ്ങളുടെ പ്രധാന സവിശേഷത എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, താപചാലകതയാണ്. ഇനി പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ വെള്ളിക്ക് പകരം അലുമിനിയം വ്യാപകമായി ഉപയോഗിക്കാൻ കാരണം എന്തായിരിക്കാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, അലുമിനിയം വില കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതുമായ ലോഹമായതുകൊണ്ടാണ് പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ വെള്ളിക്ക് പകരം അലുമിനിയം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അലോഹമായ കാർബണിന്റെ രണ്ട് പ്രധാന രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും. അപ്പോൾ കാർബൺ എന്താണ്? ഒരു അലോഹമാണ്. അപ്പോൾ ആ അലോഹത്തിന്റെ രണ്ട് പ്രധാന രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? വജ്രവും ഗ്രാഫൈറ്റുമാണ്. അലോഹമായ കാർബണിന്റെ രണ്ട് പ്രധാന രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും. അപ്പം വജ്രത്തിന്റെയും ഗ്രാഫൈറ്റിന്റെയും വിവിധ തര ഉപയോഗങ്ങൾക്ക് കാരണം അവയുടെ സവിശേഷതകളാണ്. താപചാലകത കൂടിയ പദാർത്ഥങ്ങളിൽ ഒന്നാണ് വജ്രം. അപ്പോൾ വജ്രത്തിന്റെ പ്രത്യേകത എന്താണ്? താപചാലകത കൂടിയ പദാർത്ഥങ്ങളാണ് വജ്രം. ഇനി ഗ്രാഫൈറ്റിന് ഉയർന്ന വൈദ്യുത ചാലകതയാണ് ഉള്ളത്. അപ്പോൾ ഗ്രാഫൈറ്റിന് ഉയർന്ന വൈദ്യുത ചാലകതയാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനെ ഇലക്ട്രോഡായിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഇനി ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കുന്നതിന് കാരണം അതിൻ്റെ ഉയർന്ന കാഠിന്യമാണ്. അപ്പോൾ ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? വജ്രമാണ്. ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കുന്നതിന് കാരണം അതിൻ്റെ ഉയർന്ന കാഠിന്യമാണ്. ഈ വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിലുള്ള വ്യത്യാസമാണ് അവയുടെ തികച്ചും വ്യത്യസ്തമായ സവിശേഷതകൾക്ക് കാരണം. അപ്പോൾ വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിലുള്ള വ്യത്യാസമാണ് അവയുടെ തികച്ചും വ്യത്യസ്തമായ സവിശേഷതകൾക്ക് കാരണം. ക്വസ്റ്റ്യൻസ് നോക്കാം. അലോഹമായ കാർബണിന്റെ രണ്ട് പ്രധാന രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വജ്രം, ഗ്രാഫൈറ്റ് ആണ്. ഗ്ലാസ് മുറിക്കുന്നതിനായി വജ്രം ഉപയോഗിക്കുന്നതിന് പിന്നിലെ അതിന്റെ പ്രധാന സവിശേഷത എന്താണ്? ഉയർന്ന കാഠിന്യമാണ്. ഗ്ലാസ് മുറിക്കുന്നതിനായി വജ്രം ഉപയോഗിക്കുന്നതിന്റെ പ്രധാന കാരണം ഉയർന്ന കാഠിന്യമുള്ളത് കൊണ്ടാണ്. അലോഹങ്ങൾ പൊതുവെ വൈദ്യുതി കടത്തിവിടാത്തവയാണെങ്കിലും ഉയർന്ന വൈദ്യുത ചാലകതയുള്ളതും ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നതുമായ കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഗ്രാഫൈറ്റ് ആണ്. ഈ താപചാലകത തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയ പദാർത്ഥം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ താപചാലകത കൂടിയ പദാർത്ഥം. ആൻസർ ഓപ്ഷൻ ബി, വജ്രമാണ്. ഒരേ മൂലകമായ കാർബണിന്റെ രൂപാന്തരങ്ങൾ ആയിരുന്നിട്ടും വജ്രത്തിനും ഗ്രാഫൈറ്റിനും തികച്ചും വ്യത്യസ്തമായ സവിശേഷതകൾ ഉണ്ടാകാൻ പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻ ബി ആണ്, കാർബൺ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനുള്ള ഘടനയിലുള്ള വ്യത്യാസമാണ്. കാർബൺ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനുള്ള ഘടനയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഒരേ മൂലകമായ കാർബണിന്റെ രൂപാന്തരങ്ങൾ ആയിരുന്നിട്ടും വജ്രത്തിനും ഗ്രാഫൈറ്റിനും തികച്ചും വ്യത്യസ്തമായ സവിശേഷതകളുള്ളത്. ഇനി എന്താണ് സൊണോറിറ്റി എന്ന് പഠിക്കാം. സ്കൂളിൽ മണി മുഴങ്ങുന്നത് ദൂരെ നിന്നാലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചിലങ്ക കിലുങ്ങുന്നതും ഇലത്താളത്തിന്റെ ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ലോഹങ്ങൾ കൊണ്ടാണ്. എന്നാൽ സ്കൂളിൽ മണി മുഴക്കുന്നതിനായി ഒരു മരക്കഷ്ണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട്. ഈ കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സൊണോറിറ്റി? ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതര ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട്. ഈ കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് വിളിക്കുന്നത്.
ക്വസ്റ്റ്യൻസ് നോക്കാം. ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ സി, സോണോറിറ്റി. ഇനി സ്കൂളുകളിൽ ബെല്ലുകൾ നിർമ്മിക്കുന്നതിനും ക്ഷേത്രങ്ങളിലെ മണികൾ നിർമ്മിക്കുന്നതിനും ലോഹങ്ങളുടെ ഏത് സവിശേഷതയാണ് പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്നത്? ആൻസർ ഓപ്ഷൻ ബി, സോണോറിറ്റി. ചിലങ്ക കിലുങ്ങുന്ന ശബ്ദം, ഇലത്താളത്തിന്റെ ശബ്ദം എന്നിവയ്ക്ക് കാരണമാകുന്ന വസ്തുക്കൾ പൊതുവെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ലോഹങ്ങളിലാണ്. ഒരു കട്ടിപ്പാറയോ ചുറ്റികയോ കൊണ്ട് തടിയുടെ ഉപരിതലത്തിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ലോഹത്തിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ അനുഭവപ്പെടാത്തതിന് കാരണം എന്താണ്? ആൻസർ, തടി ഒരു അലോഹമാണ്, അതിന് സോണോറിറ്റി എന്ന ഗുണമില്ല. എന്തുകൊണ്ടാണ്? തടി ഒരു അലോഹമായതുകൊണ്ട് അതിന് സോണോറിറ്റി എന്ന ഗുണമില്ല. അതുകൊണ്ടാണ് ഒരു കട്ടിപ്പാറയോ ചുറ്റുകയോ കൊണ്ട് തടിയുടെ ഉപരിതലത്തിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ലോഹത്തിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ അനുഭവപ്പെടാത്തതിന് കാരണം. സോണോറിറ്റിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ലോഹങ്ങളിൽ തട്ടുമ്പോൾ അവ യാതൊരു ശബ്ദവും പുറപ്പെടുവിക്കില്ല. അത് തെറ്റായ പ്രസ്താവനയാണ്. അലോഹങ്ങൾക്കാണ് ലോഹങ്ങളെക്കാൾ കൂടുതൽ സോണോറിറ്റി ഉള്ളത്. അതും തെറ്റാണ്. ഏതിനാണ്? ലോഹങ്ങൾക്കാണ് കൂടുതൽ സോണോറിറ്റി ഉള്ളത്. കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം നാദമുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നത് ലോഹങ്ങളുടെ ഒരു പൊതു സവിശേഷതയാണ്. അപ്പോൾ അതും ശരിയായ പ്രസ്താവനയാണ്. ലോഹങ്ങളെ കമ്പികളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സോണോറിറ്റി. അത് തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം നാദമുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നത് ലോഹങ്ങളുടെ ഒരു പൊതു സവിശേഷതയാണ്. ഇനി ലോഹദ്യുതി എന്താണെന്ന് പഠിക്കാം. ഒരു ഇരുമ്പാണി എടുത്ത് സാൻഡ് പേപ്പർ കൊണ്ട് ഉരസി നോക്കൂ. എന്ത് മാറ്റമാണ് കാണുന്നത്? സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങൾക്ക് സ്വാഭാവികമായി തന്നെ തിളക്കമുണ്ടല്ലോ. ഒരു കഷ്ണം സോഡിയം കത്തി ഉപയോഗിച്ച് മുറിക്കുന്നത് നിരീക്ഷിക്കൂ. പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലത്തിന് തിളക്കമുള്ളതായി കാണുന്നില്ലേ? അപ്പോൾ ലോഹങ്ങളുടെ പ്രതലത്തിന്റെ ഈ തിളക്കമാണ് ലോഹദ്യുതി. അപ്പോൾ ലോഹങ്ങളുടെ പ്രതലത്തിന്റെ തിളക്കം എന്താണ് അറിയപ്പെടുന്നത്? ലോഹദ്യുതി എന്നാണ് അറിയപ്പെടുന്നത്. ചില ലോഹങ്ങൾ മുറിക്കുമ്പോഴോ ഉരസുമ്പോഴോ ആണ് ലോഹദ്യുതി കാണിക്കുന്നത്. അപ്പോൾ ചില ലോഹങ്ങൾ മുറിക്കുമ്പോഴോ ഉരസുമ്പോഴോ ആണ് ലോഹദ്യുതി കാണിക്കുന്നത്. എല്ലാ ലോഹങ്ങളുടെയും ലോഹദ്യുതി ഒരുപോലെയാണോ? പരിശോധിക്കുക. ലോഹദ്യുതി ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? ആഭരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ലോഹദ്യുതി ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പുതുതായി മുറിച്ചതോ ഉരസിയതോ ആയ ലോഹങ്ങളുടെ പ്രതലത്തിന് തിളക്കമുള്ളതായി കാണപ്പെടുന്നു. ലോഹങ്ങളുടെ ഈ സവിശേഷത അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ ബി, ലോഹദ്യുതി. മങ്ങിയ ഒരു ഇരുമ്പാണി എടുത്ത് സാൻഡ് പേപ്പർ ഉരസുമ്പോൾ അതിന് തിളക്കം വരാൻ കാരണമെന്ത്? ഉരസുമ്പോൾ ഇരുമ്പ് സ്വർണമായി മാറുന്നു. തെറ്റാണ്. ഉപരിതലത്തിലെ മങ്ങൽ മാറി ലോഹത്തിന്റെ യഥാർത്ഥ തിളക്കം പുറത്തു വരുന്നു. അത് ശരിയായ ഓപ്ഷനാണ്. ഇരുമ്പിന് ഡക്റ്റിലിറ്റി എന്ന ഗുണമുള്ളതുണ്ട്. അത് തെറ്റാണ്. ഉരസുമ്പോൾ ഇരുമ്പിന് കാഠിന്യം കുറയുന്നു. അതും തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? മങ്ങിയ ഒരു ഇരുമ്പാണി എടുത്ത് സാൻഡ് പേപ്പർ ഉരസുമ്പോൾ അതിന് തിളക്കം വരാനുള്ള കാരണം ലോഹദ്യുതി ഉള്ളത് കൊണ്ടാണ്. ഒരു കഷ്ണം സോഡിയം കത്തി ഉപയോഗിച്ച് മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലത്തിന് തിളക്കമുള്ളതായി കാണാം. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? സോഡിയം ഒരു കഠിനമായ ഒരു ലോഹമാണ്. തെറ്റാണ്. ചില ലോഹങ്ങൾ മുറിക്കുമ്പോഴാണ് അവയുടെ ലോഹദ്യുതി വ്യക്തമാക്കുന്നത്. അത് ശരിയാണ്. സോഡിയത്തിന് ലോഹദ്യുതി എന്ന ഗുണമില്ല. അത് തെറ്റാണ്. അപ്പോൾ സോഡിയം ഒരു അലോഹമാണ്. അതും തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ചില ലോഹങ്ങൾ മുറിക്കുമ്പോഴാണ് അവയുടെ ലോഹദ്യുതി വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി തന്നെ വളരെ ഉയർന്ന ലോഹദ്യുതി ഉള്ളതും ആഭരണങ്ങൾ നിർമ്മിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ ലോഹങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി, സ്വർണവും വെള്ളിയുമാണ്. ഇനി ലോഹദ്യുതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? എല്ലാ ലോഹങ്ങളുടെയും ലോഹദ്യുതി ഒരുപോലെയാണ്. അത് തെറ്റാണ്. ലോഹങ്ങളുടെ പ്രതലത്തിന്റെ തിളക്കമാണ് ലോഹദ്യുതി. അത് ശരിയായ പ്രസ്താവനയാണ്. ചില ലോഹങ്ങൾ ഉരസുമ്പോഴോ മുറിക്കുമ്പോഴോ ആണ് ലോഹദ്യുതി കാണിക്കുന്നത്. അത് ശരിയാണ്. ആഭരണങ്ങളുടെ നിർമ്മാണത്തിന് ലോഹങ്ങളുടെ ഈ സവിശേഷത പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ലോഹദ്യുതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? എല്ലാ ലോഹങ്ങളുടെയും ലോഹദ്യുതി ഒരുപോലെയാണ്. അത് തെറ്റാണ്. ഇനി ലോഹങ്ങളുടെ കാഠിന്യം. സോഡിയം ലോഹം കത്തി ഉപയോഗിച്ച് എളുപ്പത്തിൽ മുറിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായല്ലോ. ചെമ്പ്, അലുമിനിയം, സ്വർണം മുതലായവ ഇത്തരത്തിൽ മുറിക്കാൻ സാധിക്കുമോ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ മൃദുലോഹങ്ങളാണ്. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ എന്താണ്?
മൃദുലോഹങ്ങളാണ്. എന്നാൽ മറ്റു ലോഹങ്ങൾ കാഠിന്യമുള്ളവയാണ്. അപ്പോൾ ലോഹങ്ങൾ പൊതുവെ കാഠിന്യമുള്ളവയാണ്. ലോഹങ്ങൾ കാഠിന്യമുള്ളവയാണ്. അവ പൊതുവെ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓർത്തു വയ്ക്കണം, ലോഹങ്ങൾ പൊതുവെ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ക്വസ്റ്റ്യൻ: ലോഹങ്ങൾ പൊതുവെ കാഠിന്യമുള്ളവയാണെങ്കിലും ഒരു കത്തി ഉപയോഗിച്ച് എളുപ്പത്തിൽ മുറിക്കാൻ സാധിക്കുന്ന ഒരു മൃദുലോഹത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സോഡിയമാണ്. ഈ താഴെ നൽകിയിരിക്കുന്നവയിൽ മൃദുലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യമാണ്. അപ്പോൾ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലോഹങ്ങളുടെ ഭൗതികാവസ്ഥയെക്കുറിച്ച് നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ലോഹങ്ങൾ പൊതുവെ വാതകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്, അതും തെറ്റാണ്. ലോഹങ്ങൾ പൊതുവെ ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്, തെറ്റാണ്. ലോഹങ്ങൾ പൊതുവെ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്, ഇത് ശരിയായ പ്രസ്താവനയാണ്. ലോഹങ്ങൾക്ക് കൃത്യമായ ഒരു ഭൗതികാവസ്ഥയില്ല, അതും തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ലോഹങ്ങളുടെ ഭൗതികാവസ്ഥയെക്കുറിച്ച് നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവന ലോഹങ്ങൾക്ക് പൊതുവെ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. താഴെ പറയുന്ന ലോഹങ്ങളിൽ കത്തി ഉപയോഗിച്ച് എളുപ്പത്തിൽ മുറിക്കാൻ സാധിക്കാത്തത് ഏതാണ്? അപ്പോൾ ഇവിടെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവ മൃദുലോഹങ്ങളാണ്. അപ്പോൾ ഇവയെ കത്തി ഉപയോഗിച്ച് എളുപ്പത്തിൽ മുറിക്കാൻ സാധിക്കുന്നു. മുറിക്കാൻ സാധിക്കാത്തത് ഇവിടെ ഏതാണ്? ചെമ്പാണ്. ആൻസർ ഓപ്ഷൻ സി, ചെമ്പാണ്. അടുത്ത ഒരു ലോഹങ്ങളുടെ പൊതു സവിശേഷതയാണ് ഉയർന്ന ദ്രവനില. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയാണുള്ളത്, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയാണുള്ളത്. എന്നാൽ ഗാലിയം, സീസിയം എന്നിവ താഴ്ന്ന ദ്രവനിലയിലുള്ള ലോഹങ്ങളാണ്. അപ്പോൾ ഗാലിയവും സീസിയവും താഴ്ന്ന ദ്രവനിലയിലുള്ള ലോഹങ്ങളാണ്. ഓർത്തു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഉള്ളംകൈയിൽ വെച്ചാൽ അവ ഉരുകുന്നതായി കാണാം. നല്ല ചൂടുള്ള ദിവസങ്ങളിൽ അവ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. അപ്പോൾ ലോഹങ്ങൾ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം താഴ്ന്ന ദ്രവനിലയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളംകൈയിൽ വച്ചാൽ അവ ഉരുകുന്നതായിട്ട് കാണപ്പെടുന്നു. നല്ല ചൂടുള്ള ദിവസങ്ങളിൽ അവ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടും. ലോഹങ്ങളുടെ ദ്രവനിലയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ലോഹങ്ങൾക്ക് പൊതുവെ വളരെ കുറഞ്ഞ ദ്രവണ നിലയാണുള്ളത്, അത് തെറ്റാണ്. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയാണുള്ളത്, അത് ശരിയായ പ്രസ്താവനയാണ്. എല്ലാ ലോഹങ്ങളും സാധാരണ താപനിലയിൽ ദ്രാവകങ്ങളാണ്, അത് തെറ്റാണ്. ലോഹങ്ങൾ ഒരിക്കലും ഉരുകയില്ല, അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: പൊതുവെ ഉയർന്ന ദ്രവനിലയാണുള്ളതെങ്കിലും വളരെ താഴ്ന്ന ദ്രവനിലയുള്ള ലോഹങ്ങൾക്ക് ഉദാഹരണം ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി, ഗാലിയം, സീസിയം. നമ്മുടെ ഉള്ളംകൈയിൽ വെച്ചാൽ ശരീര താപനില കൊണ്ട് തന്നെ ഉരുകുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗാലിയമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. നല്ല ചൂടുള്ള ദിവസങ്ങളിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടാൻ സാധ്യതയുള്ള കുറഞ്ഞ ദ്രവണ നിലയുള്ള ലോഹ ജോഡി ഏതാണ്? ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗാലിയവും സീസിയവുമാണ്. നമ്മുടെ ഉള്ളംകൈയിൽ വെച്ചാൽ അവ ഉരുകുന്നതായി കാണാം. ഗാലിയം, സീസിയം എന്നീ ലോഹങ്ങളുടെ ഏത് സവിശേഷതയാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി, താഴ്ന്ന ദ്രവനിലയാണ്. അടുത്തതായി പഠിക്കേണ്ട ലോഹങ്ങളുടെ സവിശേഷതയാണ് ഉയർന്ന തിളനില, ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന തിളനിലയാണ് ഉള്ളത്. ഇരുമ്പാണി, അലുമിനിയം കമ്പി തുടങ്ങിയ പലതരം ലോഹ വസ്തുക്കൾ, ചെറിയ മരക്കഷ്ണം, കരിക്കട്ട, തെർമോക്കോൾ, കോക്ക് മുതലായവ ഓരോന്നായി ഒരു ബീക്കറിലെ ജലത്തിലിടുക. ഏതൊക്കെ വസ്തുക്കളാണ് താണു പോകുന്നത്? ഏതെല്ലാം ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു? അപ്പോൾ ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന സാന്ദ്രതയുണ്ട്. എന്നാൽ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ ഉൾപ്പെട്ടവയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ എന്താണ്? സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന സാന്ദ്രതയാണ് ഉള്ളത്, ഓർത്തു വയ്ക്കണം. അതിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയ്ക്ക് കുറഞ്ഞ സാന്ദ്രതയാണ് ഉള്ളത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ലോഹങ്ങളുടെ തിളനിലയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന തിളനിലയാണുള്ളത്. ക്വസ്റ്റ്യൻ: ഇരുമ്പാണി, അലുമിനിയം കമ്പി തുടങ്ങിയ ലോഹവസ്തുക്കൾ വെള്ളത്തിലിടുമ്പോൾ താഴെ പോകാൻ കാരണമായ അവയുടെ സവിശേഷത ഏതാണ്? ആൻസർ ഉയർന്ന സാന്ദ്രത, ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടാണ് ഇരുമ്പാണി, അലുമിനിയം കമ്പി തുടങ്ങിയ ലോഹവസ്തുക്കൾ വെള്ളത്തിലിടുമ്പോൾ താഴേക്ക് പോകാൻ കാരണം. ഒരു ബീക്കറിലെ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ താഴെ പറയുന്നവയിൽ മുങ്ങിപ്പോകാതെ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധ്യതയുള്ള, അതായത് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ വസ്തു ഏതാണ്?
ഓപ്ഷൻ ഇരുമ്പാണി, അലുമിനിയം കമ്പി, കോർക്ക്, കരിങ്കഷ്ണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ കോർക്കാണ്. അപ്പോൾ ഇരുമ്പാണി, അലുമിനിയം കമ്പി, കരിങ്കഷ്ണം ഇവ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. എന്നാൽ കോർക്ക് മാത്രം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. എന്തുകൊണ്ടാണ്? വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ വസ്തു ആയതുകൊണ്ട്. ചാപ്റ്ററിന്റെ തുടക്ക ഭാഗത്ത് തന്നിരിക്കുന്ന ഒരു പട്ടികയായിരുന്നു. അപ്പോൾ നമുക്കിത് പൂർത്തിയാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഉപകരണം എന്താണ്? ചുറ്റികയാണ്. അപ്പോൾ ഇതിന്റെ സവിശേഷതയായിട്ട് പറഞ്ഞത് എന്താണ്? മാലിയബിലിറ്റി ആണ്. അടുത്തതായിട്ട് ഒരു പാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ താപചാലകതയാണ് ഇവിടെ സവിശേഷതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ലൈൻ കമ്പിയിലാണെങ്കിലോ വൈദ്യുത ചാലകതയാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർണം, അതിന്റെ തിളക്കമാണ് ഇവിടെ സവിശേഷത. അടുത്തത് എന്താണ്? ബെല്ലും മറ്റ് വാദ്യോപകരണങ്ങളും അത് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവിനെയാണ് പറയുന്നത്. അതെന്താണ്? സൊണോറിറ്റിയാണ്. പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതും ഉയർന്ന താപ വൈദ്യുത ചാലകതകൾ കാണിക്കുന്നതും തിളക്കവും കാഠിന്യവുമുള്ളതുമായ വസ്തുക്കളാണ് ലോഹങ്ങൾ. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്കിനി പഠിക്കേണ്ടത് അലോഹങ്ങളാണ്. അത് പാർട്ട് 2-ലാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് 2-മായി കാണാം. താങ്ക് യു.